ഇന്ന് നമുക്കൊരു മില്ലറ്റിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ? ഇത് നിങ്ങൾക്ക് അധികം ആർക്കും അറിയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നാട്ടിൽ ഞാൻ ഈ മില്ലറ്റിനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. ചൂടുകാലത്തിന് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണിത്. കൂടുതൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഭാഗങ്ങളിലാണ് കേട്ടോ. ഇതിൻ്റെ പേര് കമ്പെന്നാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 400 ഗ്രാം കമ്പ് നമ്മളെടുത്തു. നന്നായി വെള്ളമൊഴിച്ച് തിരുമ്മി കഴുകിയിട്ടോ. തിരുമ്മി അങ്ങനെ ഒരു 3-4 വട്ടം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അത് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വെന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളത് കുതിർക്കാൻ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോളം കുതിർക്കാൻ വെക്കുക. കുതിർക്കാൻ വെച്ചതിന് ശേഷം അതിലുള്ള ബാക്കി ഒഴിച്ച് വെച്ച വെള്ളം നമ്മൾ ഊറ്റിക്കളയണേ. അത് കുറച്ച് വാർത്ത് കളയണം. എല്ലാം തന്നെ നമ്മൾ ഊറ്റിക്കളയണം കേട്ടോ. ബാക്കി വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാർന്നു പോകാനായിട്ട് ഓട്ടയുള്ള പാത്രമോ ഇല്ലെങ്കിൽ ഈർപ്പം വലിച്ചെടുക്കുന്ന തുണിത്തരങ്ങൾ, നല്ല തുണിയിലാക്കി പടർത്തി ഇത് വിരിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ കുറച്ച് എമൗണ്ട് എടുത്ത കാരണം കൊണ്ടും പാത്രം കുറച്ച് കുഴപ്പമില്ലാത്ത കാരണം കൊണ്ട് നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് ഡ്രൈ ആയി കിട്ടി കേട്ടോ. നല്ല ഡ്രൈ ആവണ്ട, നമ്മൾ പൊടിപ്പിക്കുന്ന പോലെ മല്ലിമുളക് പൊടിപ്പിക്കുന്ന പോലെ അത്രയും ഡ്രൈ വേണ്ട കേട്ടോ. കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പിരുന്നാലും നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് ഒന്നായിട്ടൊരു പൾസ് മോഡിലേക്ക് തിരിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നോർമലായ പൾസ് മോഡ് ഇല്ലാത്ത മിക്സി ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമുക്കിതിനകത്ത് അരിയും തവിടും കളഞ്ഞ് സെപ്പറേറ്റായി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അടിച്ചെടുത്ത കമ്പിനെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതിനകത്ത് കാണുന്ന 2 പേര്, ഒരാൾ എൻ്റെ അമ്മാമ്മയും വേറെ ഞങ്ങളെ വീട്ടിൽ പണിക്ക് വരുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ അടിക്കുമ്പോൾ ഒരാൾ അരിക്കുകയാണേ. അങ്ങനെ അമ്മാമ്മ അരിച്ച അരിയിനെ തിരിച്ച് വേറെ പാത്രത്തിലേക്ക് ഇട്ടു. തവിടായി കിടക്കുന്ന പൊടീനെ താഴെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഉപയോഗിക്കണം കേട്ടോ. അങ്ങനെ 2-3 തവണ നമ്മൾ അടിച്ചെടുത്ത കമ്പ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കമ്പിനെ വീണ്ടും നമ്മളൊന്ന് അടിച്ചെടുക്കും കേട്ടോ. കട്ടകളൊന്നും ഇല്ലാത്തവരെ നമ്മൾ അടിച്ചെടുത്ത് അരി സെപ്പറേറ്റ് ചെയ്ത് വെക്കണ്ടോ. പിന്നെ നമ്മൾ നമ്മളിവിടെ വെച്ച് ഇതാണ് നമുക്ക് ഇതിനകത്ത് അത്രയും കിട്ടിയിരിക്കുന്ന അരിയെ, കമ്പിൻ്റെ അരി കേട്ടോ. നമ്മൾ ഈ കമ്പിനെ ഇനി നമ്മൾ വേവിക്കാൻ എടുക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. വേവിക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന കലോ അല്ലെങ്കിൽ ഞങ്ങളിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് ആകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് വേവാൻ ആവശ്യമായ വെള്ളം മൊത്തം നമ്മളിതിനകത്തേക്ക് ഒഴിക്കുന്നില്ല. പകരം നമ്മൾക്ക് കുറച്ച് വെള്ളത്തിനകത്ത് കുക്കറിൽ വെള്ളം വെച്ച് ഒന്ന് ചൂട് കയറുന്നവരെ വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ കാത്തു നിൽക്കാം. പകരം ഒപ്പം തന്നെ നമ്മുടെ അടുത്തുള്ള അടുപ്പിനകത്ത് നമുക്ക് ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. രണ്ടും സൈമിൾട്ടേനിയസ്ലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കറിലെ വെള്ളത്തിനകത്ത് ചൂട് തിളച്ച് ചെറിയ തിളകൾ വന്നു. നമ്മളപ്പോൾ ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച കമ്പിൻ്റെ അരി ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം കമ്പ് പെട്ടെന്ന് കട്ട പിടിക്കുക. നമ്മുടെ റാഗി പോലെയുള്ള മില്ലറ്റ് ആയ കാരണം കൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കണ്ടോ. കട്ട പിടിച്ച് കഴിഞ്ഞാൽ അരി വേവില്ല കറക്റ്റായിട്ട്. പിന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല അരി വെന്തില്ലെങ്കിൽ. സോ നമ്മളിപ്പോൾ അരി കറക്റ്റായിട്ട് വേവാനായിട്ട് കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ. കുറച്ച് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം അരി കമ്പിൻ്റെ അരി ഇട്ട് കഴിയുമ്പോൾ തവീനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ഇത് കണ്ടോ, കൺസിസ്റ്റൻസി ഒരു കളർ വ്യത്യാസം വരും നമ്മൾ അരി തിളച്ച് കഴിയുമ്പോൾ. അത് മാത്രമല്ല തവീനകത്ത് കുറച്ച് ഒരു സ്റ്റിക്കി നേച്ചർ ആവും കേട്ടോ. വേവാൻ ആവശ്യമായ ഉപ്പ് നമ്മളിതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരുവിധം വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കി, വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി അവിടെ നമ്മൾ മാറ്റി വെച്ച പൊടിയിൽ അരി മാറ്റി പൊടിയാക്കി വെച്ച തവിടെന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ പൊടിയാണെങ്കിൽ പൊടി അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ കുറച്ച് വെള്ളം കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് കൂടിയും വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുത്തേ. അരി ഓൾമോസ്റ്റ് 80% വെന്തെന്ന് കണ്ടപ്പോൾ നമ്മുടെ തവിട് ഇതിനകത്തേക്ക് ബാക്കി ആഡ് ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ. കാരണം പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് അരിയിനേക്കാട്ടും കൂടുതലാണിപ്പോൾ. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇപ്പോൾ ഈ തവി ബുദ്ധിമുട്ടാണ് ഇളക്കാന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മുടെ ഇടങ്ങളിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു കോലെന്ന് പറയുന്നത് ഒന്നും ഇല്ലാണ്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കമ്പ് പോലത്തെ കോലാണ്. അത് നമ്മൾ കൈകൊണ്ട് 2 കൈ കൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് 2 കൈ ടെക്നിക്ക് എനിക്കത്രയും പരിചയമില്ലാത്ത കാരണം കൊണ്ട് പാപ്പക്ക ഇതിൽ കൂടുതലും ഇങ്ങനെ ഇളക്കുന്നതിൽ കൂടുതലും കഴിവുള്ള ആളായതുകൊണ്ട് നമ്മൾ അവർക്ക് വിട്ടുകൊടുത്തു കേട്ടോ.
അങ്ങനെ പാപ്പക്ക് അത് ഇളക്കി തന്ന് സഹായിച്ചു. നന്നായി കട്ടയൊന്നും ഇല്ലാണ്ട് ഉടച്ച് കമ്പിനെ ഓൾമോസ്റ്റ് കമ്പും കമ്പിൻ്റെ തവിടും അരിയും ഓൾമോസ്റ്റ് വെന്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മ് വയ്ക്കാമെന്നാണ് പറയുന്നത്. ഒരു അയണിൻ്റെ ദോശക്കല്ല് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ ബാക്കി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിക്കുക. ചൂടാക്കാൻ വെച്ച അയണിൻ്റെ കല്ലിലേക്ക് നമ്മുടെ കുക്കറിനകത്തുള്ള ഓൾമോസ്റ്റ് വെന്ത ഈ കമ്പിനെ എല്ലാ സൈഡിൽ നിന്നെല്ലാം ഒതുക്കി വെച്ച് സൈഡിലത്തെ എല്ലാം വേവാനായിട്ട് കൈകൊണ്ട് ഒരു നനഞ്ഞ തണുത്ത വെള്ളത്തിനകത്ത് കൈമുക്കി ഇതിൻ്റെ സൈഡിലുള്ള ഇതും കമ്പും ഈ തവിയിലുള്ള കമ്പയ്ക്കും ഉള്ളിലേക്ക് എടുത്തിടുകയാണ് പാപ്പൊക്കെ ചെയ്യുന്നത്. നന്നായി ഒന്നും കൂടി ഇളക്കി മറച്ച് വെച്ചു, കാരണം അടി പിടിക്കാതിരിക്കാനായിട്ട്. തണുത്ത വെള്ളത്തിൽ കൈമുക്കിയ ആൾ വീണ്ടും വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്തു കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ദോശക്കല്ല് മാറ്റി വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുക്കർ വെച്ച് കുറച്ച് നേരം ലിഡ് അടച്ചതിന് ശേഷം പ്രഷർ വരുന്നവരെ കാത്തിരിക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഈ എൻ്റെ പ്രോസസ്സിങ്ങിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഫ്ലെയിം എന്ന് പറയുന്നത് മീഡിയം ടു മോഡറേറ്റ് ആണ്. ഈ ദം ഇടുന്നത് വരെ, ദം ഇട്ട് കഴിയുമ്പോൾ കല്ലിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അത് മോഡറേറ്റ് ടു ഹൈ ഫ്ലെയിമിലേക്കാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അമ്മമ്മ വന്ന് നോക്കി, അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ കുറവെന്ന് കണ്ടു. അപ്പോൾ ആൾ പറഞ്ഞു കുറച്ച് വെള്ളം ഒഴിക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു കട്ട രീതിയായിട്ടുണ്ടല്ലോ പരുവം. അപ്പോൾ അതിനുള്ളിലേക്ക് ഇറങ്ങാനായിട്ട് സൈഡിൽ ഹോളിട്ടു. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം താഴേക്ക് ഇറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് അടച്ച് വെച്ച് നമ്മൾ പ്രഷർ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പ്രഷർ വന്നു കഴിഞ്ഞ് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളപ്പോൾ തന്നെ വിസിൽ വെച്ച് ഒരു വിസിലോളം മാത്രം നമുക്ക് വെച്ചാൽ മതി കേട്ടോ. ഒരു വിസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വേവും. അതിൻ്റെ വിസിൽ എയർ പോകുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കുക. നമ്മുടെ ഈ കുക്കറിന് ഒരു വിസിൽ മതി, നിങ്ങളുടെ കുക്കറിനനുസരിച്ചിരിക്കും ബാക്കിയുള്ളത് കേട്ടോ. എങ്ങനെയാണെങ്കിലും അത് ഇപ്പോൾ ഒരു വിസിൽ വന്നു. നമ്മളപ്പോൾ അത് അടുപ്പ് ഓഫ് ചെയ്ത് ആ ചൂടിൽ തന്നെ ഇരുന്ന് അത് എയർ പോകും കേട്ടോ. എയർ പോയി കഴിഞ്ഞാൽ നമുക്കിത് ബാക്കിയുള്ള ഞാൻ ഇവിടെ എടുക്കാൻ മറന്നേ, ഇതൊന്ന് തണുക്കാൻ വരെ വെക്കാം. എയർ പോയി കഴിഞ്ഞാൽ ഇല്ല ചൂടോട് കൂടെ തന്നെ ഇത് റൗണ്ട് ഷേപ്പുള്ള ബോളുകളാക്കി എടുത്ത് മാറ്റി വയ്ക്കുന്നവരുണ്ട്. അത് കുറച്ചും കൂടി നാൾ നീണ്ടു നിൽക്കും അതിൻ്റെ ലൈഫ് സ്പാൻ. അല്ല, അപ്പം തന്നെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ അതിലൊരു ആവശ്യമുള്ള ബോളിനെ കുറച്ച് മോര് ഉപയോഗിച്ച് ഒന്ന് ഉടച്ചെടുത്ത് ഉപ്പും ഉപ്പിടണ്ട, പച്ചമുളകും വേപ്പിൻ്റെ ഇലയും മല്ലിയിലയും ചെറുള്ളിയും ചേർത്ത് അതിനകത്ത് വെട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ.